الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘടിപ്പിച്ച ഈ ആദർശ വിശദീകരണ പരിപാടിയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും വിശദീകരിച്ച പോലെ മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ യഥാർത്ഥമായ തൗഹീദിന്റെ ഉന്നതമായ ആദർശം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. കാലങ്ങളിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോവുകയുണ്ടായി. അത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കും. അതിന് നേതൃത്വം നൽകുന്ന, അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, അതിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രബോധകന്മാരും പ്രഭാഷകന്മാരുമായ ആളുകളാണ് പ്രസ്ഥാനത്തോട് സലാം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് സന്ദേഹിച്ച ഒരുപാട് കാലഘട്ടങ്ങളെ ഈ പ്രസ്ഥാനം അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിച്ചത്, ഇവിടെ വിശദീകരിച്ചതാണ്, ഖണ്ഡനമണ്ഡന വേദികളിലും വാദപ്രതിവാദ വേദികളിലും ഖുറാഫികൾക്ക് നേരെ ശക്തമായ അവരുടെ ആശയങ്ങളുടെ പാപ്പരത്വം അവരുടെ മുമ്പിൽ വിളംബരം ചെയ്ത ചേകനൂർ മൗലവി ഇറങ്ങിപ്പോയപ്പോ ഈ പ്രസ്ഥാനത്തിന് എന്ത് തളർച്ചയാണുണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല സഹോദരന്മാരെ. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഹജ്ജത്തുൽ വദാഇലെ പ്രഭാഷണം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തോതി കൊടുത്ത് സ്വഹാബികൾക്ക് മുമ്പിൽ ദീന് പഠിപ്പിച്ചു കൊടുത്തപ്പോ പ്രവാചകന്റെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പ്രവാചകൻ കാണുന്നത് രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് കണ്ടപ്പോ തിരുമേനി ചോദിക്കുകയാണ്, വമാ യബ്കീക യാ ഉമർ, എന്താ ഉമറേ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? പ്രവാചകനോട് ഉമറുൽ ഖത്താബിന്റെ മറുപടി, യാ റസൂലല്ലാഹ് ഇന്നാ കുന്നാ ഫീ സിയാദ, നമ്മളിങ്ങനെ വർദ്ധിക്കുകയായിരുന്നു, നമ്മളിങ്ങനെ വർദ്ധിച്ചു ഈ ആദർശം ഇങ്ങനെ ഉന്നതമായി അതിന്റെ ഉജ്ജ്വലമായ വിധാനങ്ങളിലേക്ക് പോവുകയായിരുന്നു. തിരുമേനി, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ഇത് പൂർത്തിയായിരിക്കുന്നു, ഇതതിന്റെ പരിപൂർണതയിൽ എത്തിയിരിക്കുന്നു എന്നാണ് പ്രവാചകരെ താങ്കൾ പറയുന്നത്. എന്നിട്ട് പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുകയാണ്, പൂർത്തിയായ ഒന്നിന് പിന്നെ തകർച്ചയല്ലാതെ തളർച്ചയല്ലാതെ മറ്റെന്താണ് കടന്നു വരിക പ്രവാചകരെ? പ്രവാചകന്റെ മറുപടി, യാ ഉമർ, അല്ലയോ ഉമറെ, താങ്കൾ സത്യമാണ് പറഞ്ഞത്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു, ഒരുപാട് കാലം കഴിഞ്ഞു. പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞു, സിദ്ദീഖുൽ അക്ബറിന്റെ വഫാത്ത് കഴിഞ്ഞു, ഫാറൂഖ് ഉമറിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ സ്വഹാബികളോട് കൂടിയിരിക്കുമ്പോ ഒരു യാത്രാ സംഘം കടന്നു വരുന്നു. അവരോട് ഉമറുൽ ഖത്താബ് പറയുന്നു, ഇസ്ലാമിന്റെ വളർച്ചയെ
കുറിച്ച്, ഇസ്ലാമിന്റെ വൃഷ്ടിയെക്കുറിച്ച്, അതിന്റെ അഭിവൃദ്ധിയെക്കുറിച്ച് പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു ഹദീസ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറയണം. സ്വഹാബി പറയാൻ തുടങ്ങി. ഇസ്ലാം കടന്നു വന്നു. ആദ്യം ഇസ്ലാമിന്റെ കടന്നുവരവ് അത് 6 മാസം പ്രായമുള്ള ഒരു ഒട്ടകക്കുട്ടിയെ പോലെയായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, ശക്തിയില്ലാത്ത, അതുപോലെയുള്ള കഴിവില്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒട്ടകക്കുട്ടി. അത് പിന്നെ 1 വയസ്സുള്ള ഒട്ടകക്കുട്ടിയായി, 2 വയസ്സായി, 3 വയസ്സായി, 4 വയസ്സായി. പിന്നീട് പറയുകയാണ് സുമ്മ അസ്ബഹ ബാസിലൻ. അത് പിന്നീട് ബാസിലായി. ബാസിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണ വളർച്ചയെത്തിയ ഒട്ടകത്തിന് അറബിയിൽ പറയുന്ന പേരാണ്. ആ സ്വഹാബി അത് പറയുമ്പോൾ സിദ്ദീഖുൽ അക്ബറിന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണസാരഥ്യമേറ്റെടുത്ത് കിസ്റായുടെ കൈസറിന്റെ കൊട്ടാരങ്ങള്, പേർഷ്യയുടെ പച്ചക്കൊടി പിച്ചിക്കീറി വലിച്ചെറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ്, റോമാ സാമ്രാജ്യത്തെ കയ്യിലെടുത്ത മാനമാടിയ ഉമർ ഇബ്നുൽ ഖത്താബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഫമാദാ ബഅദൽ ബുസൂലി ഇല്ല നുഖ്സാൻ. ഇനി ബുസൂലിന് ശേഷം തകർച്ചയല്ലാതെ, തളർച്ചയല്ലാതെ, പതനമല്ലാതെ മറ്റെന്താണ് കടന്നു വരിക? അതാണ് സഹോദരന്മാരെ ഈ പ്രസ്ഥാനത്തിനും സംഭവിച്ചത്. അത് കാലഘട്ടത്തിന്റെ സുന്നത്താണ്. അത് കാലഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്, ആദർശത്തിന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. തകരേണ്ടതില്ല, തളരേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഇതാ തകർന്നു പോവുകയാണ്. ഈ ആദർശ പ്രസ്ഥാനം ലോകത്തിന്റെ മുമ്പിൽ തളർന്നു പോയിരിക്കുന്നു. അവര് തകർന്നു പോയിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ച സൈഫുദ്ദീൻ സ്വലാഹി പറഞ്ഞ പോലെ ആരും മനക്കോട്ട കെട്ടണ്ട, ആരും അതുപോലെയുള്ള വ്യാമോഹങ്ങൾ കാണേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ലാ തസൂലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും വലാ ഹദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്, ഹബീബായ മുത്തിന്റെ തിരുവചനമാണ്. എന്താ തിരുമേനി പറയുന്നത്? ഏതേത് കാലഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ ദീന് പറയുന്ന, അല്ലാഹുവിന്റെ തൗഹീദ് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ കൃത്യമായ ഉക്തമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രബോധനം നടത്തുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അതിന്റെ പ്രചണ്ഡമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വിഭാഗമുണ്ടാകും, ഒരു വിഭാഗമുണ്ടാകും. അവർക്ക് സമൂഹത്തിന് പൂമാല ചാർത്തിക്കൊടുത്ത്, അവരെ അഭിനന്ദിച്ച്, അവരെ ബഹുമാനിച്ച്, അവരെ ആദരിച്ച്, അവർക്ക് വേണ്ടി പാടി ആളുകൾ പുകഴ്ത്തി നടക്കുന്ന അവസ്ഥയായിരിക്കില്ല. മറിച്ചെന്തായിരിക്കുമെന്നോ അവരെ ആക്ഷേപിക്കുന്ന, അവരെ അവഹേളിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന, അവർക്ക് നേരെ അതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്ന ആളുകളുടെ ആക്ഷേപങ്ങള്, അവഹേളനങ്ങള് അവര് മെയിൻറ്റ് ചെയ്യുകയില്ല. അവരത് കാര്യമായി എടുക്കുകയില്ല. അവര് തൗഹീദി പ്രബോധനവുമായി മുന്നോട്ടു പോകുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ആദർശ പ്രസ്ഥാനമാണ്. ഇത് വഖ്തി പ്രസ്ഥാനമല്ല. ഇത് ഏതെങ്കിലും വഖ്തികളുടെ പേരിൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമല്ല. ഇത് ആദർശത്തിന്റെ പേരിൽ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അല്ലാഹുവിന്റെ തൗഹീദിന്റെ ഉന്നതമായ കലിമയുടെ അതിന്റെ വിജയത്തിനു വേണ്ടി സ്ഥാപിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രാകാരമാണ്. അത് തകർക്കാമെന്ന്, അതിൽ വിള്ളലുണ്ടാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയില്ല. അത് മനപ്പായസം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ആദർശ വിശദീകരണങ്ങൾ നടക്കുമ്പോ, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ നടക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന്റെ പുറത്തുള്ള ആളുകൾ പറയുകയാ, നോക്ക് നിങ്ങൾ ആസാമിലേക്ക്, അവിടെ മുസ്ലിം സഹോദരന്മാരെ കൊന്നൊടുക്കുകയാണ്, മുസ്ലിം സഹോദരിമാരുടെ മാനത്തിന് വില പറയുകയാണ്. നരോദ പാട്ടിയിൽ കൗസർ ബാനുവിന്റെ വയറ് വെട്ടിക്കീറി ബീജത്തെ പുറത്തെടുത്ത് ബീജത്തോട് വർഗീയത പറയുമ്പോ നിങ്ങൾ ജിന്നിനെ കുറിച്ച്, സിഹിറിനെ കുറിച്ച്, ആഭിചാരത്തെ കുറിച്ച് തർക്കിക്കുകയാണോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരോട് നമുക്ക് പറയാൻ
പറയാനുള്ളത്, അതേ ഞങ്ങൾ ഈ തൗഹീദിന് വേണ്ടി വർത്തിക്കുന്ന ആളുകളാണ്. ഈ ആദർശം പറഞ്ഞ് നാളെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു തന്നവരാണ്, റിസാലത്ത് പഠിപ്പിച്ചവരാണ്, ഖിയാമത്ത് പഠിപ്പിച്ചവരാണ്. നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് തരണം എന്ന് ഞങ്ങൾക്ക് പറയാനില്ല. മറിച്ച് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇഹലോകവും നിങ്ങളുടെ പരലോകവും തകർത്ത് കളയുന്ന ശിർക്കിനെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരാകണം. അതേക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾക്ക് പാളിപ്പോയാൽ, അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയാൽ അത് നിങ്ങളുടെ ഇഹലോകവും പരലോകവും തകർക്കുമെന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതിനാണ് പ്രവാചകന്മാര് കടന്നു വന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ സമൂഹങ്ങളിലേക്കും അവരിലേക്ക് വന്ന പ്രവാചകന്റെ കാലം കഴിയുമ്പോ, വഫാത്തുണ്ടാകുമ്പോ മറ്റൊരു പ്രവാചകൻ കടന്നു വരും. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി പ്രവാചകന്മാര് കടന്നു വരികയില്ല. ആ കടന്നു വന്ന പ്രവാചകന്മാരോട് അള്ളാഹു നൽകിയിരിക്കുന്ന പ്രഖ്യാപനം എന്താണെന്നോ, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരികയാണ്, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയും നാം നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ഉന്നതമായ തൗഹീദിന്റെ അവദാനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കും താങ്കളെയും താങ്കൾക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരെയും നാം നിയോഗിച്ചത്. ആ പ്രവാചകന്മാരെ കുറിച്ച്, അവരുടെ ആദർശത്തെ കുറിച്ച്, അവര് പഠിപ്പിച്ച ആദർശത്തെ കുറിച്ച് പ്രഖ്യാപിച്ച റബ്ബുൽ ഇസ്സത്ത് പിന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഖ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകനോട്, അല്ലാഹുവിന്റെ റസൂലിനോട് റബ്ബിന്റെ പ്രഖ്യാപനമാണ്, പ്രവാചകരെ താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുന്നു. താങ്കൾക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർക്കും ഞാൻ വഹി നൽകിയിരിക്കുന്നു. എന്താണ് വഹി കൊടുത്തത്? എന്താണ് ബോധനം നൽകിയത്? ലഇൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്തു പോയാൽ, ശിർക്ക് വന്നു പോയാൽ, ലയഖ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ അഖിലവും നാം നശിപ്പിച്ചു കളയും, തകർത്ത് കളയും. പ്രവാചകന്മാരല്ലേ, നബിമാരല്ലേ, തൗഹീദ് പറയുന്നവരല്ലേ, മർദ്ദനങ്ങൾ സഹിച്ചവരല്ലേ, ദണ്ഡനങ്ങൾ സഹിച്ചവരല്ലേ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരല്ലേ, മർദ്ദന, ദണ്ഡന, താടന, പീഡന, ബഹിഷ്കരണങ്ങളുടെ പർവ്വത്തിലൂടെ നടന്നു പോയവരല്ലേ. ആ ഒരു പരിഗണന നിങ്ങൾക്ക് നൽകുകയില്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നിന്ദ്യരായി, നീചരായി, നഷ്ടക്കാരായി തീർന്നു പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് പ്രഖ്യാപിക്കുന്ന പ്രഘോഷണമാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നത്. സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വ്യക്തിപരമായ കാര്യമല്ല, ഇത് വ്യക്തിപരമായ കാര്യമല്ല. ആരെയും വെള്ളപൂശാനല്ല, ആരെയും അവമതിക്കാനല്ല, ആക്ഷേപിക്കുവാനല്ല, ആരെയെങ്കിലും ഏതെങ്കിലും ഉന്നതമായ സോപാനങ്ങളിൽ അവരോധിക്കണമെന്ന ആഗ്രഹവുമായി ഇറങ്ങിപ്പുറപ്പെട്ടതല്ല. മറിച്ച് അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിന്റെ ദീന് പറഞ്ഞോളണം, അത് പഠിപ്പിച്ചോളണം, അത് പ്രചരിപ്പിച്ചോളണം. എങ്ങനെ? ആരെയും ഭയപ്പെടേണ്ടതില്ല, അല്ലാഹുവിനെ പേടിച്ചോളണം. റബ്ബിനെ ഭയപ്പെട്ട്, ആ റബ്ബിന്റെ വഖാർ ഭയപ്പെട്ട് ആ കാര്യം പറഞ്ഞു കൊടുക്കണം. അതിൽ അമാന്തമുണ്ടായാൽ, അലംഭാവമുണ്ടായാൽ, ഏതെങ്കിലും നിലക്കുള്ള ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ കടന്നു വന്നാലോ അത് ശിർക്കായി പോകും. സഹോദരന്മാരെ, ഇവിടെ ആക്ഷേപങ്ങളാണ്, നിരന്തരമായി ഫോൺ വിളികൾ വരികയാണ്. ഇവിടെ എന്നെ ഈ സംസാരത്തിന് വേണ്ടി ക്ഷണിച്ച നബീൽ സ്വലാഹി പറഞ്ഞു, ഞാൻ ഇവിടെ ഈ കാസർഗോഡ് നിങ്ങൾക്ക് ഖുതുബ പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. സഹോദരന്മാരെ, പ്രാദേശികമായ വിഷയം പറയുകയല്ല, പല ആളുകളും വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ന വ്യക്തി മുശ്രിക്കാണോ, അയാൾ ശിർക്ക് പറഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാരെ, ഇന്ന വ്യക്തികൾ ശിർക്ക് പറയുന്നു, ഇവര് ശിർക്ക് പറയുന്നില്ല എന്ന് പറയേണ്ട ആള് ഞാനല്ല അത് പറയേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ, പ്രവാചകന്റെ സുന്നത്തിലൂടെ എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് കൃത്യമായി
വ്യക്തമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തൗഹീദ് എന്ന് പറയുമ്പോ അള്ളാഹുവിനോടുള്ള ആരാധനയും പ്രാർത്ഥനയും വഴിപാടും നേർച്ചയും ആ റബ്ബിലേക്ക് മാത്രം സമർപ്പിക്കുന്നത്. ശിർക്കിലേക്ക് വരുമ്പോഴോ അശ്ശിർക്കു അൻ യുസ്ബിത ലിഗൈരില്ലാഹി സുബ്ഹാനഹു. ആരാ പറയുന്നത്? മഹാനന്മാരായ പണ്ഡിതന്മാര് പറയാ, അള്ളാഹുവിന് മാത്രം ഖാസ്വായ കാര്യങ്ങൾ ആ റബ്ബിന് പുറമെയുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുത്താൽ അതാണ് ശിർക്ക് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ തർക്കമാണ്, ചോദ്യമാണ്. എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഈ കാര്യം ചോദിക്കുമ്പോ അവരിങ്ങോട്ട് പറയുന്നു, ഭൗതികമായ കാര്യത്തിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അതിൽ ശിർക്ക് വരികയില്ല. അപ്പോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ജിന്ന് ഭൗതിക ജീവിയാണോ അഭൗതിക ജീവിയാണോ? പ്രഭാഷണങ്ങൾ കേട്ടിട്ട്, വയലുകൾ കേട്ടിട്ട്, ബൈലക്സ് ക്ലാസ് റൂമുകളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം കരഗതമാക്കിയ ആളുകൾ പറയുകയാണ് എന്ത്? ജിന്ന് ഭൗതിക ജീവി തന്നെയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഭൗതികമുണ്ടോ അഭൗതികമുണ്ടോ, അകമുണ്ടോ പുറമുണ്ടോ? റബ്ബിനാരും അഭൗതികരല്ല. റബ്ബിനെ സംബന്ധിച്ച് അഭൗതികമെന്ന് പറയേണ്ടതില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അഭൗതിക ജീവിയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ സമ്മേളിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയാം. നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ഈ മനുഷ്യനിരിക്കുന്ന ഈ സീറ്റിലേക്ക് മറ്റൊരുത്തന് വന്ന് കയറിയിരിക്കാൻ കഴിയില്ല, അയാളുടെ മടിയിലല്ലാതെ. പക്ഷേ ഇവിടെ ജിന്നുകൾ വന്നിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നമ്മൾ ആരും ഇന്ന് വരെ ജിന്നുകളെ കണ്ടിട്ടില്ല. ഭൗതികം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും എന്താണ്? സ്ഥിതി ചെയ്യാൻ പ്രതലം അനിവാര്യമായത്. സഹോദരന്മാരെ, എത്ര ജിന്നുകൾ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് അറിയില്ല നമുക്ക്. ഹബീബായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമിഅ നഫറുൻ മിനൽ ജിന്നി. അങ്ങനെയാണ് റബ്ബ് പറയുന്നത്. പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇതാ എനിക്കെന്റെ റബ്ബിങ്കിൽ നിന്ന് ബോധനം ലഭിച്ചിരിക്കുന്നു. എന്താണ് ബോധനം ലഭിച്ചത്? ഇവിടെ കുറച്ച് ജിന്നുകൾ വന്നു, അവര് ഖുർആൻ കേട്ടു എന്ന് പ്രവാചകന് റബ്ബിന്റെ വഹി ലഭിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകന് പോലും അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് വേറെ തെളിവ്, പ്രവാചകൻ ജിന്നിലേക്കും മനുഷ്യന്മാരിലേക്കുമുള്ള പ്രവാചകനല്ലേ? നബി ഭൗതികനല്ലേ? ജിന്ന് തീയിൽ നിന്നല്ലേ? തീ ഭൗതികമല്ലേ? തീപ്പെട്ടി ഉരച്ച തീ കത്തൂലേ? അപ്പ ഭൗതികമല്ലേ? തെളിവുകൾ ധാരാളമാണ്. പക്ഷേ ഈ ജിന്നുകൾ പ്രവാചകന്റെ ഖുർആൻ ഓത്ത് കേട്ട് അവര് ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗമനാ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ഞങ്ങളിതാ അജബുളവാക്കുന്ന ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിരിക്കുന്നു. അവര് പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റിസാലത്ത് ജിന്നുകൾക്കും ബാധകമാണെന്ന് വരുമ്പോ അവര് ഭൗതിക ജീവികളാവുമോ? അള്ളാഹുവിന്റെ റസൂല് സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത്, ഇനി സ്വഹാബികളൊക്കെ ഒന്ന് പോയേ, ജിന്മക്കള് വന്നേ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തിരുമേനി പറഞ്ഞതുണ്ടോ? തിരുമേനി പറഞ്ഞതില്ല. അങ്ങനെ ഒരു സംഭവവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ പഠിക്കുക, ഈ വിഷയങ്ങൾ പഠിക്കുക. ഞാൻ ഇന്നലെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വേദനയോട് കൂടി പറയട്ടെ, ഈ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ ആദർശം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇതിന്റെ നേതാക്കന്മാരെ, ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ അവഹേളിച്ച്, ആക്ഷേപിച്ച്, അധിക്ഷേപിച്ച് വളരെ മോശമായ രീതിയിൽ ശത്രുക്കൾ പോലും പറയാൻ അറക്കുന്ന, വെറുക്കുന്ന, മടുപ്പുളവാക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ ബഹുമാന്യരായ സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട, എന്റെ പ്രിയങ്കരായ എന്റെ ശ്രോതാക്കളോട് പറയട്ടെ, ഞാൻ തൗഹീദിന് വേണ്ടി അതിന്റെ സംസ്ഥാപനത്തിനു വേണ്ടി, അതിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ പൂമാലകളുമായി ആരും കടന്നു വരികയില്ല. ബഹുമാന്യനായ എന്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ സലഫി ആരോപണങ്ങളാണ്, ധാരാളമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആ മനുഷ്യനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് അയാൾക്ക് നേരെയാവണം ഇനി നിങ്ങളുടെ പ്രവർത്തനമെന്ന് പ്രസംഗിക്കുകയാണ് കുറെ
ആളുകൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആദ്യമായി സ്വന്തം വ്യക്തിത്വം ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി കണ്ടാൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കുറച്ച് അറക്കും സഹോദരന്മാരെ, കുറച്ച് വെറുപ്പുണ്ടാകും. ആ രീതിയിലേക്കുള്ള ആരോപണങ്ങൾ നമ്മൾ പറയില്ല. കാരണം എന്താണ്? രണ്ട് സംസ്കാരങ്ങളുടെ വൈരുദ്ധ്യമാണ്. ഒരു സംസ്കാരം ഞങ്ങൾ ദീന് പഠിച്ചത്, മതം പഠിച്ചത്, ആദരവുള്ള സംസ്കാരമുള്ള മാന്യതയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ്. അതുപോലെയുള്ള ആരോപണങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ. ഇത് ആരോപണം പറഞ്ഞു കളിക്കാൻ, ഇത് തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള വേദിയല്ല. തൗഹീദ് മനസ്സിലാക്കുവാനുള്ള വേദിയാണ്, അത് ഉൾക്കൊള്ളുവാനുള്ള വേദിയാണ്. ഇന്നലെ മംഗലാപുരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു ദിവസം ഞാൻ ഖുത്ബ പറയുന്ന പള്ളിയിൽ വന്ന് അവിടെ ബഹുമാന്യനായ എന്റെ സുഹൃത്ത് ഇബ്രാഹിം കാലിക്കറ്റിന്റെ കൂടെ വാഹനത്തിൽ വന്ന് പള്ളിയില് ആ റൂമിലേക്ക് പോയപ്പോ അവിടെ ഒരു ഖതീബ് ഇരിക്കുന്നു. അദ്ദേഹം ഉറങ്ങുകയാണ്. വാതിൽ തുറന്നു തന്നു. അദ്ദേഹത്തോട് പേര് ചോദിച്ചു, നാട് ചോദിച്ചു. എന്റെ അടുത്തുള്ള പ്രദേശത്തുകാരനാണ്. സംസാരത്തിനിടയിൽ ഞാൻ ചോദിച്ചു, ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നയല്ല, ആരാധിക്കുന്നയല്ല, സഹായം ചോദിക്കുന്ന വിഷയത്തിൽ അത് ശിർക്കാണോ അത് തൗഹീദാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, എന്നിട്ട് പ്രിയപ്പെട്ടവരെ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നു, മെസ്സേജുകൾ പാസ് ചെയ്യുകയാണ്, റിഷാദ് ഒദായിയെ കണ്ടോളാം. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഇത് ആദർശമല്ലേ? എന്താ പറഞ്ഞത്, എന്താ സൂചിപ്പിച്ചത് എന്നൊന്ന് അന്വേഷിക്കണ്ടേ? നമ്മൾ സലഫി മൻഹജ് പറയുമ്പോ അതിങ്ങനെ വാദോരാതെ പറയുമ്പോ നമ്മളും അല്പമൊക്കെ പാലിക്കണ്ടേ? എന്താ ഞാൻ അദ്ദേഹം ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ വിഷയത്തിൽ ഏത് നിലപാടുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെയും അൽഹംദുലില്ലാഹ് ഇപ്പോ അതിൽ ശിർക്കില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോ അതിന് ശിർക്കില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഈ വിഷയം പറഞ്ഞപ്പോ അത് നേരെ വേറെ ഒരാളിലേക്ക് ചേർത്ത് ഞാൻ ബഹുമാനിക്കുന്ന നമ്മുടെ പള്ളിയിലെ ഇമാം ഹാഫിള് കെ ടി സിറാജ്, അദ്ദേഹത്തെ ഞാൻ മുശ്രിക്കാക്കാൻ ശ്രമിച്ചു. എന്തിനാ സഹോദരന്മാരെ? ഈ പ്രബോധന ഈ മാർഗത്തിൽ ഒരു ചെറിയ കുട്ടിയായ എനിക്ക് നേരെ വരെ ഇതുപോലെയുള്ള ആരോപണങ്ങളുമായി വരുമ്പോ ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കേണ്ട, കേരള നദുവത്തുൽ മുജാഹിദീന്റെ KJU-വിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് നേരെ എത്ര ആരോപണങ്ങൾ വരുന്നു. ആർക്കും പേടിയില്ല, ആർക്കും പേടിയില്ല. ഏതെങ്കിലും നേതാക്കന്മാരെ അരിക്കാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല, അതൊന്നും സംഭവിക്കില്ല. ഏതെങ്കിലും ഒരു നേതാവിനെ നിങ്ങൾ അരിക്കാക്കിയാൽ തന്നെയും 1000 ആളുകൾ ഈ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെന്ന് മനസ്സിലാക്കുക. തൗഹീദ് പഠിച്ചോളുക, കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹുവിനോടല്ലാത്ത ഏതൊരു ശക്തിയോട് ചോദിക്കുന്ന ചോദ്യവും പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ വരുന്ന സർഫുഹു ലിഗൈരില്ലാഹി ശിർക്കുൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരോടായാലും അത് ശിർക്കാണെന്ന് മനസ്സിലാക്കുക. സത്യം സത്യമായി ഉൾക്കൊള്ളുക, അംഗീകരിക്കുക, ആചരിക്കുക, പാലിക്കുക, പഠിക്കുക, പുലർത്തുക, പുണരുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ കേരളത്തിന്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ശാസ്ത്രജ്ഞരുടെയോ പ്രതിനിധിയല്ല. എനിക്ക് ചോദ്യം ചോദിക്കുന്നതിൽ വിരോധമില്ല. മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. പേര് നിസാർ നിലേശൻ.
സക്കരിയ സലാഹി ഈ വാദം പറയാൻ തുടങ്ങിയിട്ട്, അതായത് ജിന്നിനോടോ മലക്കിനോടോ സഹായം ചോദിച്ചാൽ ശിർക്കില്ല എന്ന് പറയുന്ന വാദം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് സക്കരിയ സലാഹിയെ നമ്മൾ ഈ രീതിയിൽ സഹിച്ചു കൊണ്ടുപോയത് അതുമൂലം ഒരുപാട് പേരെ ശിർക്കിലൂടെ തന്നെ മരിക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാലം അദ്ദേഹത്തെ സഹിച്ചത് യഥാർത്ഥത്തിൽ ഒരു മുനാഫിക് ലക്ഷണമല്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. പലരും പല രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു വിഷയമാണിത്. ചിലര് ചോദിക്കും എന്തിനു പുറത്താക്കി, ചിലര് ചോദിക്കും എന്തിനാണ് ഇത്ര താമസിച്ചത്, ചിലര് പറയും കുറച്ചുകൂടി സമയം അനുവദിച്ചുകൂടെ. അപ്പൊ എന്ത് ചെയ്താലും ഒരു പരാതി, ഒരു പഴി ഉണ്ടാകും എന്നത് സത്യമാണ്. ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സംഗതി, ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത കമ്മിറ്റി കൂടി പുറത്താക്കുക എന്നത് ഇസ്ലാമിന്റെ നിലപാടല്ല. ഒന്ന്, ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാടുമല്ല. നേരെ മറിച്ച് അയാൾ പറയുന്ന സംഗതിയെ സംബന്ധിച്ച തെളിവും ഏതടിസ്ഥാനത്തിലാണ് അയാൾ അത് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച അന്വേഷണവും അയാളോട് തന്നെ ചോദിച്ച് ബോധ്യപ്പെടുക എന്നത് ഇസ്ലാമികമായ ഒരു മര്യാദയാണ്. ഹുക്മു തക്ഫീർ വിശദീകരിക്കുമ്പോൾ, ഒരാളെ കാഫിറാക്കുന്നതിന്റെ വിധി വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബ ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ, ആ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ അത് ചെയ്യുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷത്തെ സംബന്ധിച്ച് ഉപമിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഒരാൾ ഒരു യാത്ര പുറപ്പെട്ടു. ഒട്ടകപ്പുറത്താണ് അയാളുടെ യാത്ര. അങ്ങനെ അയാൾ യാത്ര പോയി കുറെ ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിശ്രമിക്കണമെന്ന് തോന്നി. അയാൾ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഒട്ടകം ഉണർന്നു നോക്കിയപ്പോൾ കാണുന്നില്ല. ഒട്ടകത്തിന്റെ പാട്ടിന് പോയി. ആ ഒട്ടകത്തിന്റെ വഴിക്ക് പോയി, കാണുന്നില്ല. ഇയാൾ ആ മരുഭൂമിയിൽ ഒരുപാട് അലഞ്ഞു. ഒട്ടകത്തെ തിരിച്ചു കിട്ടാനുള്ള അന്വേഷണം നടത്തി, പക്ഷേ കിട്ടിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അലഞ്ഞ ആ മനുഷ്യൻ വീണ്ടും വേറൊരു മരച്ചുവട്ടിൽ വന്ന് അലഞ്ഞ ക്ഷീണം അകറ്റാൻ വേണ്ടി ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റപ്പോ ആ മൃഗം തന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഇയാൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക്. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക്. അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. ഇയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക്. അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. ഇത് സത്യത്തിൽ ആ വാചകം എന്തിന്റെ വാചക? തൗഹീദിന്റെ വാചക. അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക് എന്ന് പറയുന്നത് എന്തിന്റെ വാചക? തൗഹീദിന്റെ വാചക. പറയുന്നത് എന്താ? ശുദ്ധ കുഫറാണ് അയാൾ പറയുന്നത്. പക്ഷെ അയാൾ കാഫിറാണോ? ആ പറയുന്ന ആള് കാഫിറാണോ? അയാളെ സംബന്ധിച്ച് കാഫിർ എന്ന് പറയാമോ? അയാൾ കാഫിറാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിനുണ്ടാകുന്ന ഒരു സന്തോഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലേക്ക് അത് ചേർത്താൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? അയാളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതല്ല അയാൾ നാവിലൂടെ. അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുമ്മ അന്ത റബ്ബി അന അബ്ദു. അല്ലാഹുവേ, ഞാൻ നിന്റെ റബ്ബും നീ എന്റെ അടിമ. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയും നീ എന്റെ റബ്ബുമാണ് എന്ന് പറയാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞ വാചകം എന്താ? നേരെ ഓപ്പോസിറ്റ് അർത്ഥം. അയാളുടെ മനസ്സിൽ വിചാരിക്കണ നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വാചകമാണ് അയാൾ പറഞ്ഞു പോകുന്നത്. അയാളുടെ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ടാണ് അത് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതുകൊണ്ട് ഒരാൾ ഒരു കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ പോലും കാഫിറെ എന്നയാളെ വിളിക്കാൻ പാടില്ല. അയാളോട് അന്വേഷിക്കണം, എന്താണ് അയാൾ അറിയാതെ പറയാണോ അബദ്ധം പറയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ സക്കരിയ സലാഹി കുറെ കാലം ഇത് പറയുന്നുണ്ടല്ലോ. അപ്പോ ഇപ്പോഴാണോ സംഘടന ഇറങ്ങിയത്? ഇല്ല, ഇതിന്റെ ഫൈനൽ ഘട്ടമാണിത്. ഇതിപ്പോ ഇറങ്ങിയതല്ല. ഇതിന്റെ എല്ലാം കഴിഞ്ഞ് അവസാനം അതിന്റെ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം സക്കരിയ മൗലവിയുമായി ബന്ധപ്പെട്ട് സംഘടന സ്വീകരിച്ച ഈ വിഷയം പറഞ്ഞപ്പോൾ സംഘടന സ്വീകരിച്ച ഏതാണ്ട് 23ഓളം സംഗതികൾ,
ആ സംഗതികളെ സംബന്ധിച്ച വിശദീകരണം നൽകിക്കൊണ്ടാണ് സക്കരിയ മൗലവിയെ പുറത്തേക്ക് വിട്ടത്. 23ഓളം നടപടിക്രമങ്ങൾ, സംഘടനാപരമായി സ്വീകരിക്കേണ്ട 23ഓളം നടപടിക്രമങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വിട്ടത്. ചില ആളുകൾ പറയാ പുറത്താക്കിയതിന് ശേഷമാണ് മൂപ്പര് ഇപ്പൊ തെളിവന്വേഷിക്കുക എന്തിനാ പുറത്താക്കിയത്. ചില സാധുക്കൾ ഇപ്പോഴും പ്രസംഗിക്കുകയാണ്. ചില പ്രസംഗങ്ങളുടെ ഇടവേളകളിൽ കിട്ടുന്ന അവസരങ്ങളിൽ മൈക്കെടുത്തിട്ട് ചിലർ പറയാണ് മൂപ്പരെ പുറത്താക്കിയിട്ട് ഇപ്പോഴും ആലോചിക്കണം എന്തിനാ പുറത്താക്കിയത്. നല്ല അങ്ങനെ ഒരു സംഘടനയല്ല മുജാഹിദ് പ്രസ്ഥാനം. നേരെ മറിച്ച് സാധാരണ ഒന്നാമത്തെ ഘട്ടം വർഷങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാമത്തെ ഘട്ടം സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്ലാസുകളിലൂടെയും ഖുത്ബകളിലൂടെയും അവതരിപ്പിച്ച കെ സക്കരിയ സ്വലാഹി, അതുപോലെ തന്നെ ശംസുദ്ദീൻ പാലത്ത് എന്നിവരെ മുജാഹിദ് സെന്ററിൽ വിളിച്ചു വരുത്തി ഉപദേശിച്ചു. ഒന്നാമത്തെ ഘട്ടം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരവസ്ഥയാണത്. ഈ രൂപത്തിൽ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്ലാസുകൾ എടുത്തപ്പോ ഖുത്ബകൾ പറഞ്ഞപ്പോ വിളിച്ച് ശാസിച്ചു. 2, ഇത്തരം പ്രവർത്തനങ്ങൾ രഹസ്യമായി പിന്നെയും തുടരുന്നു എന്ന പരാതികൾ ലഭിച്ചതിനാൽ കെ സക്കരിയ സ്വലാഹി, മുജാഹിദ് ബാലുശ്ശേരി, അബ്ദുറഹ്മാൻ ഇരുവേറ്റി മുതലായവരെ പുളിക്കൽ ജാമിയ സലഫിൽ വിളിച്ചു വരുത്തുകയും ശക്തമായ നിർദ്ദേശങ്ങൾ ചെയ്യുകയും ചെയ്തു. 3, ഉപദേശ നിർദ്ദേശങ്ങൾ ഫലവത്താകാതിരിക്കുകയും ഇത്തരം ക്ലാസുകൾ നടക്കുന്നതായി പരാതി ലഭിക്കുകയും ചെയ്തപ്പോ KJU, KNM, ISM, MSM പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മുമ്പാകെ മുജാഹിദ് സെന്ററിലേക്ക് വിളിച്ച് ശാസിക്കുകയും ശാസന വിചിന്തനത്തിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പാ. അത് കഴിഞ്ഞു 4, കെ സക്കരിയ സ്വലാഹിയുടെ മേൽനോട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാം മാസികയിൽ 2007 ഏപ്രിൽ ലക്കത്തിൽ പി അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ വന്ന രാത്രിയിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരണത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല, ആ സഹായാർത്ഥന ചെറുക്കുമല്ല എന്ന് തുടങ്ങി എഴുതിയ വാചകം എന്ന ശിർക്കൻ വാദം എഴുതി പ്രചരിപ്പിച്ചു. ഇത് യാഥാസ്ഥികരും മടവൂരികളും നമുക്കെതിരായി ഉയർത്തിപ്പിടിച്ചപ്പോൾ ഹുസൈൻ സലഫി, അനസ് മൗലവി, അബ്ദുൽ ഖാദർ ഹാജി, നാണി ഹാജി, അബ്ദുൽ ഖാദർ കരുവമ്പയിൽ, അബ്ദുറഹ്മാൻ സലഫി എന്നിവർ അബ്ദുൽ ജബ്ബാർ മൗലവി സമീപിക്കുകയും ഇത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ 5ാമത്തെ സംഗതി, ഹുസൈൻ സലഫി, അഹമ്മദ് അനസ് മൗലവി എന്നിവർ തയ്യാറാക്കിയ തിരുത്ത് പ്രസിദ്ധീകരിക്കാതെ ബോധപൂർവം നീട്ടിക്കൊണ്ടുപോയെങ്കിലും ആദർശ പ്രതിബദ്ധതയുള്ള ചിലരുടെ ഇടപെടൽ കാരണം 2008 ജനുവരി ലക്കത്തിൽ വിശദീകരണം പ്രസിദ്ധീകരിച്ചു. 6, ആദർശ വിരുദ്ധവും സംഘടനയുടെ സംസ്കാരത്തിനും നയനിലപാടുകൾക്കും യോജിക്കാത്ത വിധത്തിലുള്ള പ്രഭാഷണങ്ങൾ വീണ്ടും തുടരുന്നതിനാൽ 30/9/2009 ചേർന്ന KNM സെക്രട്ടേറിയറ്റ് സക്കരിയ സ്വലാഹി, മുജാഹിദ് ബാലുശ്ശേരിയെയും പൊതുപ്രഭാഷണങ്ങളിൽ നിന്ന് വിലക്കാൻ തീരുമാനിക്കുകയും അക്കാര്യം അവരെയും ജില്ലാ സെക്രട്ടറിമാരെയും അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇരുവരും KNM പ്രസിഡന്റ് സെക്രട്ടറിമാരെ നേരിൽ കണ്ട് മാപ്പപേക്ഷിക്കുകയും ഇനി ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 8/1/2009 ചേർന്ന സെക്രട്ടേറിയറ്റ് മേൽ നടപടി പിൻവലിക്കുകയും ചെയ്തു. 7, ഈ ലേഖനത്തിലെ പരാമർശങ്ങൾ നമ്മുടെ എതിരാളികൾ ലേഖനങ്ങളിലും മറ്റും വീണ്ടും ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് തെറ്റായ പരാമർശമാണെന്നും അതുമായി മുജാഹിദികൾക്ക് ബന്ധമില്ലെന്നും വ്യക്തമാക്കുന്ന ലേഖനം 2010 ആഗസ്റ്റ് 20 വിചിന്തനത്തിൽ പ്രസിദ്ധീകരിച്ചു. 8, ഈ വിവാദം പ്രബോധന രംഗത്ത് പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നതിനായി സക്കരിയ സ്വലാഹി, ശംസുദ്ദീൻ പാലത്ത്, അബൂബക്കർ സലഫി എന്നിവരെ KJU നിർവാഹക സമിതി യോഗത്തിൽ വിളിച്ചു വരുത്തി പ്രസ്തുത യോഗത്തിൽ വെച്ച് തർക്കമില്ലാത്തതും സാധാരണക്കാരായ പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടതുമായ വിഷയങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിച്ചു. അതിനായി കുഞ്ഞീദ് മദനി, ഐദിദ് തങ്ങൾ, സക്കരിയ സ്വലാഹി, ശംസുദ്ദീൻ പാലത്ത്, അബ്ദുറഹ്മാൻ സലഫി എന്നിവരെ ചുമതലപ്പെടുത്തി. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനും തീരുമാനിച്ചു. 9, 5-അംഗ സമിതിയിലെ ചിലരുടെ താല്പര്യങ്ങൾ കൊണ്ടും മറ്റും പ്രബന്ധം തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കണക്കിലെടുത്ത് ഈ വിഷയത്തിലുള്ള അവ്യക്തതകൾ തീർക്കാൻ സഹായിക്കുമെന്ന നിലയിൽ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലെ വ്യാഖ്യാനക്കുറിപ്പ് പുസ്തകമായി KNM പുറത്തിറക്കിയത് പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കാൻ KNM-നോട് ആവശ്യപ്പെടാൻ തീരുമാനിക്കുകയും KNM അത് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 10, ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണമുള്ളവരിൽ നിന്ന് പ്രബന്ധങ്ങൾ ക്ഷണിച്ച് ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സക്കരിയ സ്വലാഹി KJU നിർവാഹക സമിതി അംഗങ്ങൾക്ക് നൽകുകയും പിന്നീട് നെറ്റിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രബന്ധങ്ങൾ 13/10/2009 ചേർന്ന നിർവാഹക സമിതി ക്ഷണിക്കാൻ തീരുമാനിച്ചു. KJU, KNM പ്രസിഡന്റ് സെക്രട്ടറിമാർ, ഫത്വ ബോർഡ് ചെയർമാൻ എന്നിവരടങ്ങുന്ന ജൂറിയെ പ്രബന്ധങ്ങൾ പരിശോധിക്കാനും പ്രബന്ധകർത്താക്കളുമായി ചർച്ച ചെയ്യാനും
6/3/2010 ചേർന്ന ഉപനിർവാഹക സമിതി ചുമതലപ്പെടുത്തി. 11 മേൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വ്യത്യസ്തമായ 2 പ്രബന്ധങ്ങൾ ജൂറി പരിശോധിക്കുകയും പ്രബന്ധകർത്താക്കളുമായി ഒന്നിലധികം തവണ ചർച്ച നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂറി കൈക്കൊണ്ട തീരുമാനം 29/6/2010 ചേർന്ന KJU നിർവാഹക സമിതി യോഗവും പ്രബന്ധകർത്താക്കളും ഏകകണ്ഠമായി അംഗീകരിച്ചു. 12 KJUവിന്റെ ഏകകണ്ഠമായി തീരുമാനങ്ങൾ 6/7/2010 സർക്കുലറായി KNM ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറിമാർക്ക് അയച്ചു കൊടുത്തു. 13 KNM ദേവാ വകുപ്പ് CD ടവറിൽ വിളിച്ചു ചേർത്ത മുതിർന്ന പ്രബോധകരുടെ യോഗത്തിൽ സക്കരിയ സലാഹി ഈ വിഷയം ഉന്നയിക്കുകയും ഇതിൽ ചർച്ച നടന്നിട്ടില്ലെന്നും എതിർ പ്രബന്ധം അവതരിപ്പിച്ച ആളുകൾക്കും തനിക്കും ഒരേ വീക്ഷണമാണെന്നും അനവസരത്തിൽ വാദിച്ചു. എതിർ പ്രബന്ധം അവതരിപ്പിച്ച അഹമ്മദ് അനസ് മൗലവി, ഹനീഫ് കായക്കൊടി എന്നിവർ മുൻ പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ പുതിയ പ്രബന്ധം ക്ഷണിച്ചുകൊണ്ടോ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. അതനുസരിച്ച് 28/5/2011 KJU ഉപനിർവാഹക സമിതി യോഗം ചേരുകയും സക്കരിയ സലാഹിയും ഹനീഫ് കായക്കൊടിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് രൂപം നൽകുകയും 30/5/2011 CD ടവറിൽ വെച്ച് ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 15/6/2011 KJU നിർവാഹക സമിതി യോഗം ചേരുകയും വിശദമായ ചർച്ചയ്ക്ക് ശേഷം 29/6/2010 നിർവാഹക സമിതി ഐക്യകണ്ഠേന കൈക്കൊണ്ട തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രസ്തുത തീരുമാനം എല്ലാ തലത്തിലുള്ള പ്രവർത്തകരെയും അറിയിക്കാനും ബോധവൽക്കരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാനും അത് ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും KNMനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് KJU സെക്രട്ടറി കത്ത് നൽകി. 14 KJUവിന്റെ പ്രസ്തുത കത്തിന്റെ അടിസ്ഥാനത്തിൽ 18/6/2011 ചേർന്ന KNM ഭരണസമിതി KJU തീരുമാനം ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിലുള്ള KJUവിന്റെ പ്രമാണബദ്ധമായ നിലപാട് എല്ലാ ജില്ലകളിലും ആവശ്യമായ മറ്റു സ്ഥലങ്ങളിലും KJU പണ്ഡിതന്മാർ വഴി വിശദീകരിക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം 23/6/2011 സർക്കുലർ വഴി KNM ജില്ലാ സെക്രട്ടറിമാരെ അറിയിച്ചു. അങ്ങനെ ഒരു യോഗം ഈ ഹാളിൽ ഇതിനു മുമ്പ് ചേർന്നിട്ടുണ്ട്. അന്നും വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ വിശദീകരണമല്ല. 15 18/6/2011 ചേർന്ന KNM ഭരണസമിതി തീരുമാനപ്രകാരം ജില്ലകളിലും ആവശ്യപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും വിശദീകരണ യോഗങ്ങൾ നടത്താൻ 27/7/2011 ചേർന്ന KJU നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. 16 ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ തലങ്ങളിലും ആവശ്യമായ മറ്റു സ്ഥലങ്ങളിലും KJU നേതൃത്വത്തിൽ വിശദീകരണം നടന്നു. 17 ഏകകണ്ഠമായ തീരുമാനമായതിനാൽ സക്കരിയ സലാഹി മേലിൽ വിരുദ്ധമായ ആശയങ്ങൾ പ്രസംഗിക്കുകയില്ല എന്ന ധാരണയിൽ തിരുവനന്തപുരത്ത് നടന്ന KJU വിശദീകരണ യോഗത്തിൽ സക്കരിയ സലാഹിയെ പങ്കെടുപ്പിച്ചു. പക്ഷേ KJU നിലപാടിന് വിരുദ്ധമായി ISMന്റെ പേരിൽ കാഞ്ഞങ്ങാട്ടും ഹദീസ് സെമിനാർ എന്ന പേരിൽ കാസർഗോട്ടും സംഘടിപ്പിക്കപ്പെട്ട പരിപാടികളിൽ സംസാരിച്ചതുപോലെ 2/10/2011 ഉള്ളാൾ വെച്ച് നടന്ന ഹദീസ് സെമിനാറിലും സംസാരിച്ചു. ഈ പരിപാടി നിർത്തിവെക്കാൻ സംഘാടകരോട് KNM പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടതായിരുന്നു. അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ സംസാരിക്കുകയും ചെയ്തതിന് സക്കരിയ സലാഹി വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയും മേലിൽ ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തു. 18 ജിന്നിനോട് സഹായതേട്ടം, ജിന്ന് ബാധയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അടിച്ചിറക്കൽ ചികിത്സ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ നിലപാട് സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുകയും KJU കൗൺസിലിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. പ്രബന്ധത്തിന്റെ കോപ്പി അംഗങ്ങൾക്കും സാധാരണക്കാർക്കും ലഭ്യമാക്കണമെന്ന ആവശ്യം പരിഗണിച്ച് 23/11/2011 ചേർന്ന KJU ഉപനിർവാഹക സമിതി പ്രസ്തുത പ്രബന്ധം പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. അഹമ്മദ് അനസ് മൗലവി, ഹനീഫ് കായക്കൊടി എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട പുസ്തകം AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുള്ള കോയ മദനി, M മുഹമ്മദ് മദനി, അഹമ്മദ് അലി മദനി, മുഹീദ്ദീൻ മദനി, അബ്ദുറഹ്മാൻ സലഫി, ഐദി തങ്ങൾ എന്നിവരടങ്ങുന്ന സമിതിക്ക് മുന്നിൽ പലതവണകളായി വായിക്കപ്പെടുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും പ്രമാണബദ്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ പുസ്തകം സഹായകമായിട്ടുണ്ട്. 19 21/6/2011 PN അബ്ദുൽ ലത്തീഫ് മദനി മുൻകൈയെടുത്ത് ഒരുമിച്ച് കൂട്ടിയ 10 പണ്ഡിതന്മാർ ഏകകണ്ഠമായി അംഗീകരിച്ച് KNMനും KJUവിനും സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ 11ാമത്തേത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കും തൗഹീദിന് വിരുദ്ധവുമാണെന്നാകുന്നു. 2007 ഇസ്ലാഹിൽ ലേഖനം എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവി മേൽ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് 2/10/2011 KJUവിന് കത്ത് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ